ഇത്തോ ഇത്തോ ഏത് ബലാണ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണേ? ഇത്തോ നമ്മളാണ്. എവിടെ എത്ര നേരെ വിളിക്കണം ഇവിടെ കിടന്ന്? ഇല്ല മോനെ, നിർത്ത് മോനെ. അവിടെ ഒരു ചേട്ടൻ മൊബൈൽ എടുത്ത് നീട്ടി പിടിച്ചിട്ട് കുറെ നേരമായി. എടുക്ക് മോനെ, എടുക്ക്. ആ അല്ല സാർ, എന്താ മോനെ? നമുക്ക് മനസ്സിലായി, നമ്മുടെ അനിയന്മാർ ഇവിടെ കൂടുതലുണ്ട്. എല്ലാരും ഉണ്ട്. പിന്നെ എന്നെ മനസ്സിലായ? അല്ലാ, ഞാൻ എത്ര നേരം ഇവിടെ വന്നത് വിളിക്കണത്? നീ ഇപ്പൊ തല്ലുകൊണ്ട് ചത്തേനല്ല. എന്താണ്? ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തോറ്റുപോയ സ്ഥാനാർത്ഥിയായിരിക്കും. ശരി, നീ ഏതാ മോനെ? ഏതാ? എന്നെ മനസ്സിലായില്ലേ? എന്റെ പഠിച്ചോനെ, നിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായേ. നിന്റെ മൂത്തുമ്മ ഇപ്പൊ എന്ത് ചെയ്യണു മോനെ? ജമീലാന്റെ മൂത്തുമ്മ എന്ത് ചെയ്യണു? മൂത്തുമ്മ എന്ത് ചെയ്യണു? മൂത്തുമ്മ മരിച്ചോയില്ലേ? മയ്യത്തായ? മയ്യത്തായി. മയ്യത്തായിട്ട് മയ്യത്താവണം. എന്തോരം ക്രൂരത കാട്ടിയ മനുഷ്യ സ്ത്രീ അത്. അതിരിക്കട്ടെ, നിന്റെ മൂത്തുപ്പ എന്ത് ചെയ്യണു? വയ്യാണ്ട് എടുക്കാണ്. വയ്യാണ്ട് കിടക്കണം. അതുപോലത്തെ അല്ലേ നാട്ടില് കാട്ടിക്കൂട്ടിയത് വിക്രിയകള്. നിന്റെ വാപ്പേ? വാപ്പ ഞാൻ ജനിച്ചപ്പോ തന്നെ മരിച്ചില്ലേ? നിന്റെയൊക്കെ തൃക്കാല് കണ്ട ഏത് വാപ്പേ ജീവനോടെ ഇരിക്കണേ? ഉമ്മാക്ക് കൂലിപ്പണിയൊക്കെ ഇല്ല മോനെ? കൂലിപ്പണ്ടായിരുന്നു പറയല്. ഉമ്മ കൂലിപ്പണിക്ക് പോണ കാശും കൊണ്ട് നീ പേരാൻ ലെവലിയൊക്കെ തേച്ചിങ്ങനെ നടക്കണ്. അതൊക്കെ പോട്ടെ, നീ ഏതാ? ഇത്രയും കാര്യങ്ങൾ മണിമണി പോലെ ചോദിച്ചിട്ട് ഇപ്പൊ നീ ഏതാണെന്നാ? അതല്ല മോനെ, അതിപ്പോ വീട്ടിൽ പോയി കയറി വന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് കുറെ ചോദ്യം ഉണ്ടാക്കി വെച്ചേക്കണതല്ലേ? റെഡിയാക്കി വെച്ചേക്കണേ. നീ ഏതാ മനസ്സിലായില്ല? കുമ്പള. കുമ്പളാണ്? കുമ്പളയിലെ ജമീലാന. അല്ലാ, ജമീലാന്റെ മോൻ. ഞാൻ നേരത്തെ പറയാൻ പോയ ജമീലാന്റെ മോൻ. അല്ലോ, നീ അങ്ങനെ വളർന്ന് വലുതായിട്ട് നീ ഞാൻ കാണുമ്പോ കുഞ്ഞായിരുന്നു മോനെ. എന്താ ഇത്? എപ്പോഴും ഇത്രയും തന്നെ ഇരിക്കോ? ചെറുതായിട്ട് ആരെങ്കിലും ഇരിക്കോ? കുഞ്ഞായിട്ട് ആരെങ്കിലും ഇരിക്കോ? എപ്പോഴും കുഞ്ഞായിട്ടിരിക്കുന്ന ആളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയാ? എന്താണ് ഈ പറയുന്നത്? അതിരിക്കട്ടെ, നീ എന്താ വന്നേ? എന്റെ നിക്കാഹായില്ല. പടച്ചോനെ, നിനക്ക് നിക്കാഹായ? ഞാനത് ഇത്ര അടുത്ത് വന്ന് പറയാൻ വേണ്ടി വന്നതല്ല. നിന്റെ ഉമ്മാന്റെ സ്വഭാവം വെച്ച് ഈ കേരള മഹാരാജ്യത്ത് നിനക്ക് പെണ്ണ് കിട്ടേണ്ടതല്ല. അതിരിക്കട്ടെ, എന്നാണ് നിക്കാഹ്? നിക്കാഹ് ഈ വരുന്ന 27-ാം തീയതി അല്ലേ? അല്ലോ, 27-ാം തീയതി അല്ല മോനെ? 27-ാം തീയതി. നീ നിക്കാഹ് വിളിക്കാൻ വേണ്ടി വന്നതാണ്? നിക്കാഹ് വിളിക്കാൻ വേണ്ടി വന്നാണ്. അത് പറ. ഇക്കില്ലേ? ഇക്കില്ല. ഇക്കൊക്കെ ഇവിടെ ഉണ്ട് മോനെ. എടി വേണ്ട, ഞങ്ങളെ അകത്തേക്ക് കയറിപ്പോടി. ആരാ? സൂറാബിയാണ് നമ്മുടെ മോള്. ഞാൻ സൂറാബിയുടെ കാര്യം ചോദിക്കാനിരിക്കരുത്. സൂറാബിയുടെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ? പിന്നെ നമ്മളൊന്നും അറിയിച്ചില്ലല്ലോ. അല്ലാ, സൂറാബിക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആർന്നല്ല പരിപാടി. ചേറ്റിംഗ് അല്ല, ചാറ്റിംഗ്. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ മോനെ, അവള് ചാറ്റി അമേരിക്കയിലുള്ള ഒരുത്തനായിട്ട് ലൈനായി. അമേരിക്കയിലുള്ള ഒരുത്തനായിട്ട്? ഇവക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും വിസയില്ല, അവനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിസയില്ല. എന്നിട്ട് ഇവക്കാണെങ്കിൽ നിക്കാഹ് കഴിച്ചേ പറ്റൂ, വേറെ മാർഗമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പള്ളി കമ്മിറ്റിക്കാരുടെ അടുത്ത് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങോട്ട് നടത്തി കൊടുത്തു. എന്താണ് ഈ പറയുന്നത്? ഇവിടെ അങ്ങാടും ബിസിയില്ല, അവിടെ എങ്ങനെ നടത്തി കൊടുത്തു? ഇടയ്ക്ക് ഇന്റർനെറ്റ് വഴി നിക്കാഹ് നടത്തി കൊടുത്തെന്ന്. എന്നിട്ട് ഇപ്പൊ എവിടെ? ഇപ്പൊ സൂറാബി പ്രസവിച്ച് കിടക്കണം. സൂറാബി പ്രസവിച്ചാ? ഇവിടെ അങ്ങാടും ബിസിയില്ല, അവിടെ നിങ്ങാടും ബിസിയില്ല, പിന്നെ എങ്ങനെ പ്രസവിച്ച്? ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു. ശാസ്ത്രം ജയിച്ചു, അവള് പ്രസവിച്ചു. എനിക്ക് അത്രേ പറയാനുള്ളൂ. അയൽവക്കത്ത് ഇന്റർനെറ്റുകാരുടെ ഭാഗ്യം. അത് എന്റെ മോനെ, ഇവക്കാണെങ്കിൽ ഇരട്ടക്കുട്ടി ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം. കുട്ടികളുണ്ട്. ഇവൾക്ക് ഇരട്ടക്കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹം വരാൻ കാരണം ഇവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടിയാണ് ഉണ്ടായത്. ശരിയാണ്. ഇവളുടെ കൂട്ടുകാരി റംലത്തിന് ഇരട്ടക്കുട്ടിയാണ്, സൈനബയ്ക്ക് ഇരട്ടക്കുട്ടിയാണ്, പിന്നെ ഖദീജയ്ക്ക് ഇരട്ടക്കുട്ടിയാണ്. അപ്പൊ ഇവളും പറഞ്ഞ് എനിക്കും ഇരട്ടക്കുട്ടി തന്നെ. എന്നിട്ട് ഉണ്ടായപ്പോ ഒരു കുട്ടി ഉണ്ടായുള്ളൂ. ഒരു കുട്ടിയോ? അയ്യോ, അത് പടച്ചോന്റെ ഇതല്ലേ. പക്ഷെ അവള് മിടുക്കിയാണ്. 6 മാസം കൊണ്ട് അവൾ ഇരട്ടക്കുട്ടിയെ ആക്കും. ഒരു കുട്ടിനെ പ്രസവിച്ചിട്ട് എങ്ങനെയാണ് 6 മാസം കൊണ്ട് ഇരട്ടക്കുട്ടിയാക്കണത്? ഇടയ്ക്ക് അവള് കുട്ടി ഉണ്ടായപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു. 6 മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിൻവലിക്കാലോ. എന്റെ പൊന്നെ, അങ്ങനെയാണെങ്കിൽ 10-12 വർഷം കൂടായിരുന്നില്ലേ? അപ്പൊ പിന്നെ 10-12 പിള്ളേരെ കിട്ടി വരുന്നില്ലേ? അപ്പൊ അനാഥശാല അടുത്ത നിന്റെ ചത്തുപോയ വാപ്പ ഒന്ന് ചെലവിന് വരുമോ? അതൊക്കെ പോട്ടെ. ഇവിടെ മറ്റേ ഒരു പോനോ എടുക്കട ഫിലിമില്ലാന്ന് തോന്നണേ. ഇവിടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ തല്ലിപ്പൊളി, നമ്മുടെ മോനല്ലേ?
അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയായിരുന്നല്ല. നാടകത്തിൽ അഭിനയിച്ചടക്കാണ് ഇപ്പോഴും. പക്ഷേ അവന് നാടകത്തിൽ അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല. അവന് ഈ ഉറക്കം ഒളിക്കണല്ലാതെ നാടകത്തിന് 250 രൂപ കിട്ടും. 200 രൂപയ്ക്ക് അവൻ തിന്നും. 50 രൂപ ഓട്ടോറിക്ഷക്കാരും കൊണ്ടുപോകും. അത് കാരണം ഞാൻ പറഞ്ഞു, നീ നാടകത്തിന് പോകണ്ട, ഇപ്പൊ അഭിനയിക്കാൻ പോണില്ല. എന്നിട്ട് 5-6 സീരിയലൊക്കെ ഉണ്ട്. നാടകത്തിന് പോകണമെങ്കിൽ എന്താണ് 5-6 സീരിയലില്ലേ? അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം അവൻ. ശരി. ഇക്കാടെ കാര്യമൊന്നും പറയണ്ട അവന്. ഇക്കാക്ക് സുഖമില്ല. തലക്കല്ല, അത് പണ്ടേ ഉള്ളതല്ലേ. പിന്നെ ഇക്കാക്ക് സുഖമില്ല എന്ന് പറയാൻ കാരണം ഇക്കാക്കേ നേരം വെളുത്തി കഴിഞ്ഞാൽ 8 മണിയാവുമ്പോ മൂത്രം ഒഴിക്കും. അത് നല്ലതല്ലേ? കറക്റ്റായിട്ട് മൂത്രം ഒഴിക്കണേന് എന്താണ്? അതെന്താണ് അങ്ങനെ ഒരു പ്രശ്നം? അത് അസുഖല്ലേ? അതൊന്നും ഒരു അസുഖമായിട്ട് ഇത് കൂട്ടാൻ പറ്റുമോ? ഒരു മൂത്രം ഒഴിക്കാൻ പാടില്ല മനുഷ്യന്. അത് മാത്രല്ല അവന് ഒരു 9 മണിയാവുമ്പോ അപ്പിയിടും. അതൊക്കെ ഒരു അസുഖമാണോ? 9 മണിയാകുമ്പോ അപ്പിടുന്നതിന് എന്താണ് അതിന് കുഴപ്പം? അതൊരു അസുഖമല്ലേ? അതൊന്നും ഒരു അസുഖമല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ. പുള്ളിക്കാരനെ എഴുന്നേക്കണത് 10 മണിക്കാ. അപ്പൊ അത് അസുഖമാണ്. അങ്ങനെ ആശുപത്രിയിൽ പറഞ്ഞു വിട്ടേക്കാം. ആശുപത്രി പോയേക്കാണ്. അത് തന്നെയല്ല മോനെ, ഞങ്ങള് തമ്മിൽ ചേരൂല. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങള് തമ്മിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പ പാമ്പും കീരിയ. കണ്ടു കഴിഞ്ഞ പാമ്പും കീരി. എന്നിട്ട് ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല. അതുകൊണ്ട് എന്താണ് ഇത്തടെ നാളെന്താണ്? എന്റെ നാള് മകം. മകം പറഞ്ഞ മങ്കി അല്ല, മകം ഇങ്ങനെ ഉണ്ടല്ലോ. മകൻ നല്ല ആളാ. മകൻ നല്ല ആളാ. എന്റെ നാളിന്റെ അല്ല കുഴപ്പം, ഇക്കാടെ നാളിന്റെയാണ് കുഴപ്പം. ഇക്കാടെ നാളെന്താണ്? ഇക്കാടെ നാള് ആയില്യം. നല്ല നാളല്ലേ? പാമ്പിന്റെ നാളല്ലേ? പാമ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ. പിന്നെ പാമ്പാണെങ്കി ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ചുമ്മാ ചുറ്റിപ്പണിഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അയ്യോ, എവിടെ ആളെവിടെ എന്നിട്ടിപ്പാ? പിന്നെ 5-6 മക്കളുണ്ടായി 5 കൊല്ലം കൊണ്ട്. അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്ലാവാകുമ്പോ എല്ലാ കൊല്ലവും ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥൻ വളമിട്ടിട്ടാ. അതൊക്കെ ഒരു പ്രകൃതി നിയമത്തിൽ അങ്ങനെ അങ്ങോട്ട് പോണു. അവന് മനസ്സിലായി. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ഇക്കാ ഇവിടെ കണ്ടൊക്കെ ഉണ്ടായിരുന്നു. എവിടെ? ഞാൻ വിളിക്കാ, നീ ഉണ്ടാക്കില്ല. ഇക്കാ ഇങ്ങോട്ട് വാ. പോയി കിടക്കണം. ഞാൻ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന്. നീ കാര്യം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഇക്കാന്റെ അടുത്ത് കല്യാണം വിളിക്കണം. എന്റെ അടുത്ത് വിളിച്ചിട്ട് എന്താ കാര്യം? ഇക്കാനെ വിളിക്കാനല്ലേ വന്നേക്കണേ. ഇക്കാന്റെ അടുത്ത് കാര്യം പറയാൻ. ചവിട്ടുന്നുണ്ടല്ലോ, വെറുതെ വന്നിട്ട് ചവിട്ടണ എന്തിനാ മനുഷ്യനെ? വെറുതെ ചവിട്ടുന്ന എടി, നമ്മുടെ തോർത്ത് കീരുതാരാണ്. ഏത് തോർത്ത്? നമ്മൾ നിക്കാക്കിന് മേടിച്ചൊരു തോർത്തുണ്ടല്ല. നിങ്ങൾ നിക്കാക്കിന് മേടിച്ച തോർത്ത് ആര് കീറിന്ന് ഇപ്പൊ വന്ന് ചോദിക്കണം. ആര് കീറിയത്? അത് കുഞ്ഞപ്പൻ കീറി. ആര്? കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ കീറിന്ന്. ഏതാ കുഞ്ഞപ്പൻ? ആരാണ് ഈ കുഞ്ഞപ്പൻ? നിങ്ങൾ ഉച്ചയ്ക്ക് ഓരോ ചോദ്യവുമായിട്ട് നമ്മളടുത്ത് മെക്കെട്ട് കയറാൻ വന്നേക്കാണ്. നമ്മുടെ തോർത്ത് നിക്കാക്കിന് മേടിച്ച തോർത്ത് കീറാൻ ഈ കുഞ്ഞപ്പൻ എന്താ അവകാശമുണ്ട്? എന്താ അവകാശമാണ് ചോദിക്ക? കുഞ്ഞപ്പൻ മനുഷ്യരെ അതൊരു പഴയ തോർത്തല്ലേ, അത് കുഞ്ഞപ്പൻ കീറി വിചാരിച്ച് നിങ്ങൾ എന്തിനാ കിടന്ന് ബഹളമുണ്ടാക്കണേ? കുഞ്ഞപ്പൻ എന്തിനാ നമ്മുടെ തോർത്ത് കീറേണ്ട ആവശ്യം? എന്ത് കാര്യം? വെറുതെ ആവശ്യമില്ലാണ്ട് നീ ഇതേ എണ്ണയില് തീ ഉണ്ടാക്കണ്ടാട്ടാ എന്റെ മനുഷ്യനെ. എന്താണ്? നിങ്ങളുടെ തോർത്തല്ലേ, അത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയതാ. കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിന്ന് എന്താണ് നീ കേട്ടില്ലപ്പ? അതായത് നീ കുളിക്കുന്ന സമയത്ത് കുഞ്ഞപ്പൻ വന്നിട്ട് ഈ തോർത്ത് കീറാന്ന് പറഞ്ഞ ഈ കുഞ്ഞപ്പൻ ആരാണ്? അവന്റെ വീട് എവിടെയാണ്? പറ. അവനെ ഒന്നെങ്കിൽ അവന്റെ കുഞ്ഞു മനുഷ്യനെ നമ്മള് പറയണമെന്ന് കേക്ക്. എന്താണ്? നിങ്ങളുടെ തോർത്ത് കീറിപ്പോയതല്ലേ? അതെ. അതിന് നിങ്ങളെന്തിനാ ഈ കാടുകാരനാ? ഞാൻ പറയട്ടെ. എന്താണ്? നിങ്ങളുടെ തോർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയപ്പോ ഇങ്ങനെ കുഞ്ഞപ്പ. എങ്ങനെ? ഇങ്ങനെ കുഞ്ഞപ്പ ഇങ്ങനെ മൂട് കയറിപ്പോയതാന്ന്. അത് ശരി, കുഞ്ഞപ്പ. ഞാൻ പറഞ്ഞ നീ കുഞ്ഞപ്പൻ എന്നല്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചെവി ഉള്ളില്ലാത്തതിന് ചെവി നിന്റെ വായിലെ നാക്കിനോട് പോയപ്പം. നാക്കിനെന്താ വായ്പ? ഇതേത് പഞ്ഞപ്പൻ? എന്നെ മനസ്സിലായില്ലേ? നമ്മള് കുമ്പളയില് വാടകയ്ക്ക് ആവശ്യമില്ലേ, അതിന്റെ തൊട്ടപ്പുറത്തെ ആവശ്യം തടിച്ച് ജമീലാന്റെ മോനില്ല. കുമ്പളേലി ജമീലയുടെ പുള്ളേ. എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല എന്നെ മനസ്സിലാവും. ശുക്കൂറ്. എത്ര നാളായി എനിക്ക് നിക്കാഹ് അയക്കണേ.
നിക്കാഹായ നിക്കാഹായി. മോനെ നിക്കാഹ് എന്നൊക്കെ പറഞ്ഞ പടച്ചോന്റെ പിന്നെ കൃപയാണ്. പടച്ചോൻ. ഈ നിക്കാഹ് വരല്, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, വീട് വെക്കാന്നൊക്കെ പറഞ്ഞ പടച്ചോന്റെ കൃപയാണ്. എല്ലാം നല്ല നടക്കട്ടെ, നന്നായിട്ട് നടക്കട്ടെ. അടുത്ത മാസം 27-ാം തീയതി ആണ് നിക്കാഹ്. എന്താണ് അടുത്ത മാസം 27-ാം തീയതി. 27-ാം തീയതി 27-ാം 2 9 2 11 3 14 നല്ല ഡേറ്റാ. അപ്പൊ എന്തായാലും എത്തണം. വരാം. ഇക്ക എന്തായാലും വരണം. വരും. ഇപ്പൊ ഇത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇക്ക വന്നം. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പോകാൻ നേരിയാണ്. ആഹാ. ഒരു പണി, നിക്കാഹ് വിളിക്കാനില്ല ഒരുപാട് സ്ഥലത്ത്. ചെന്ന് വിളിച്ചോ. അല്ല, പ്രത്യേകം പറയാനുള്ളതാണ്. എന്താണ്? ഇത്ത ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇക്ക എന്തായാലും വന്ന് അനുഗ്രഹിക്കണം ഇട്ടാ. അപ്പൊ അതങ്ങനെ പറയാൻ നേരി. അപ്പൊ ശരിയാണ്. ശരിയാണ്. ഈ ചെറുക്കന്റെ എന്താണ് വേറെന്താ പറഞ്ഞില്ല. എന്താണ്? ഇത്ത വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇക്ക എനിക്ക് ബാപ്പില്ലാത്താണെന്ന് അറിയാലോ. ഇക്ക വന്നെന്ന് വേണോ നടത്തി തരാൻ ഇട്ടാ. പോയിക്കോട്ടെ. ഇവിടെ വന്നേ, നീ പോവല്ലേ? വാ. നിനക്കൊരു കുടുംബം കലിക്ക് എത്ര ആഴ്ച കിട്ടും? ഒരു കുടുംബം കലിക്ക് കഴിഞ്ഞ് എത്ര ആഴ്ച കിട്ടും? കുടുംബം കളിക്കാനാ ഇക്ക എന്താണ് ഇപ്പൊ? നിക്കാഹ് വിളിക്കാൻ വന്ന നിക്കാഹ് വിളിച്ച പോകാൻ പാടില്ലേ? നിക്കാഹ് വിളിച്ചല്ലേ വിളിച്ചത് ഒരുപാട് പിള്ളങ്ങളുടെ ഓരോ കാര്യങ്ങൾ. അതെ, കല്യാണം വിളിക്കാനാണ്. പിള്ളങ്ങൾക്ക് അറിവില്ല. അപ്പൊ ബാപ്പയുടെ സ്ഥലത്ത് വന്ന് നടത്തി തന്നെ നമ്മളെല്ലാരും കൂടി ചെല്ലണം. പോണ്ടേ? പിന്നെ പോണ്ടേ. അപ്പൊ നമ്മൾ തലേ ദിവസം രണ്ടുപേരും പോകുന്നു. നമ്മള് പോണെന്തിനാ? വാപ്പ പോയാ പോരെ? എനിക്കറിയാം. അസൂയ, കുശുമ്പ്, കുഞ്ഞായ്മ, നിനക്ക് സംശയം ഉണ്ടാവും. തനിക്കിത്താമോന്നൊരു ചെറുക്കം വന്നിട്ട് വാപ്പ ഇല്ലാത്തതല്ലേ, വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് നിക്കാഹൊക്കെ നടത്തിത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ തിന്നണത്? ചോരല്ലേ മനുഷ്യനെ? അവനല്ല പിരാന്ത്, നിങ്ങക്ക് പിരാന്ത്. അതെന്ത് പിരാന്താന്ന് ഞാൻ പറയുള്ളത്. ആ പെങ്കൊച്ചു മുഖത്തേക്ക് നോക്കിക്കണായിരുന്നു. ഇവനെന്ത് വെട്ടുപോത്ത് വരി? എന്താ കാര്യം? കാര്യം എന്താടാ? ബാബു വിളിക്കാണ്ട് കാര്യം പറ. നമ്മുടെ പെണ്ണ് പോയി. പോയാ? അവള് വേറൊരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയി. പാല് കൊണ്ടുവന്ന 27-ാം തീയതി കല്യാണം നടക്കാനുള്ളതാണ്. ഞാൻ ഇനി എന്ത് ചെയ്യും? സന്തോഷായി. അവളേതായാലും നിന്റെ കൂടെ ഒളിച്ചോടി പോയത് നന്നായി പോനെ. വേറെ പാലുകാരനൊപ്പം പോയിന്ന്. പാലുകാരൻ്റെ കൂടെ പോണം. അതെ, എന്തായാലും 27-ാം തീയതി കല്യാണം. എടാ നീ കരയാണ്ടിരിക്കണ പോത്തെ. നിനക്ക് ഇഷ്ടം പോലെ പുള്ളങ്ങൾ നമ്മുടെ ഇവിടെ സ്ഥലങ്ങളിൽ ഇഷ്ടം മാരുണ്ട്. നല്ല പെങ്കൊച്ചുകളുണ്ട്. നിനക്ക് ഇവിടെ നിനക്ക് കിട്ടും. കുഴപ്പമില്ല. പിന്നെ അന്നാ കുഴപ്പമില്ല. 27-ാം തീയതി കല്യാണം. കുടകില് നമ്മുടെ ഒരു അനിയത്തിയുടെ മോള് താമസിക്കണ്ട. അതിനാലോചിച്ചാലും മതി. ഇങ്ങനെ വന്ന മനുഷ്യ ഒരു കാര്യം ചെയ്യട്ടെ. ഇത് വന്നേ, നമ്മുടെ മോള് സൂറാബി ഏതായാലും ഇന്റർനെറ്റിന്റെ കയറി അടങ്ങാറായിട്ടിരിക്കല്ലേ. അവളെ ഇവന് കെട്ടിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്താ? നമ്മുടെ മോള് സൂറാബിനെ നീ കണ്ടിട്ടുണ്ടാ? കണ്ടാ നീ കെട്ടൂല. പക്ഷെ അവളെ നിനക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണാ? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അവളെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്കൊരു കുട്ടി ഫ്രീ. അപ്പൊ അടുത്ത മാസം 27-ാം തീയതി പറഞ്ഞ സമയത്ത് നമ്മുടെ മോള് സൂറാബിനെ നിനക്ക് നിക്കാഹ് കഴിച്ച് തരും. നടക്കൂല. എന്താ കുഴപ്പം? നടക്കൂല. അവനെന്താ ഗ്ലാമർ ഇല്ലേ? പാന്റും കളസൊക്കെ പിന്നെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം? നമ്മളിവിടുത്തെ നാടിനാണല്ല. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ കാര്യം നടക്കുള്ളൂ. നിങ്ങൾ മനുഷ്യനെ ഈ നല്ല കാര്യത്തിനിടയിൽ കോലിട്ടിളക്കല്ലേട്ടാ. ഒരു കാര്യം പറയാം. അതായത് നിന്നോട് ഇത്രയും നാളും മറച്ചു വെച്ചൊരു സത്യം നമ്മൾ പറയാൻ പോകുന്നു. വേഗം പറ. എന്ത് സത്യമാണ്? പയ്യ ഒരു കഥയാണ്. പയ്യ കഥ എന്ന് പറഞ്ഞാ ഫ്ലാഷ് ബാക്ക്. ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ വേഗം പറ. അടുപ്പത്തായിലിരിക്കുന്നത് വേഗം പറ. പറയട്ടെ. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മള് തിരുവനന്തപുരത്ത് ഓർക്കണ്ട. തിരുവനന്തപുരത്ത് പോണ ബൈക്ക് നമ്മള് കുമ്പളയിൽ ഇറങ്ങി ഓർക്കണ്ട. കുമ്പളയിൽ ഇറങ്ങി. തിരുവനന്തപുരത്ത് നിങ്ങൾ പോണ ബൈക്ക് കുമ്പളയിൽ ഇറങ്ങേണ്ട കാര്യം എന്താ? ആ ബസ് അതിലായിരുന്നു പോയിക്കൊണ്ടിരുന്ന. എന്നിട്ട് അപ്പൊ നമ്മൾ നേരെ അവിടെ വന്ന് ഇറങ്ങലും ഒടുക്കത്തമായ പേമാരി, വെള്ളപ്പൊക്കം എന്ന് വേണ്ട സുനാമിയുടെ ആരംഭം. നമ്മൾ കൊടയെടുക്കാൻ മറന്നു. നിങ്ങൾ അല്ലെങ്കിലും അത് എവിടെ പോയാലും കൊടയെടുക്കൂല. കേക്ക് കൊടയെടുക്കാൻ നമ്മൾ ഓടിക്കേറി ചെന്ന് കയറി. എവിടെയാണ്? ഏത് വീട്ടിലേക്കാണ്? എവിടെയാണ്? ശുക്കൂറിന്റെ വീട്ടിലേക്ക്. ഇവന്റെ ജമീലയുടെ അടുത്തേക്ക്. എന്നിട്ട് അങ്ങനെ ആ നൈറ്റ്, ആ രാത്രി അവിടെ വെച്ച് നമുക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് നിൽക്കണ ഈ ശുക്കൂറ് പടച്ചോനെ മോനെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ശുക്കൂറിനെ കൊണ്ടും നമ്മുടെ മോള് സൂറാബിനെ കൊണ്ട് നിൽക്കാൻ പ്രസവിക്കണില്ല. പക്ഷെ വെടിക്കെട്ട് പറമ്പിൽ അവനത്തെ വാക്ക് പറഞ്ഞ് നടത്താനും പറ്റാതിരില്ലല്ലോ മനുഷ്യനെ. എന്താണ് മോനെ? അടുത്ത മാസം 17-ാം തീയതി പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ മോള് സൂറാബിനെ നിനക്ക് നിക്കാഹ് കഴിച്ചു തന്നിരിക്കും. അതെങ്ങനെ നടക്കൂലേ? എന്റെ മനുഷ്യനെ, എനിക്കും പറയാനൊരു ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ അന്ന് കുമ്പളയിലേക്ക് പോയില്ലേ? അന്ന് ഇവിടെയും പെയ്തൊരു ഒടുക്കത്തമായ വെള്ളപ്പൊക്കം, പേമാരി. അന്ന് അപ്പുറത്തെ റേഷൻ കട സുബേർ ഇതുപോലെ തന്നെ കൊടയെടുക്കാതെ ഓടിക്കേറി വന്ന് നമ്മുടെ വീട്ടിലേക്കാ. അങ്ങനെ നമുക്ക് പറ്റിപ്പോയതാണ് നമ്മുടെ സൂറാബി.